നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് പുതിയൊരു വിഭാഗമാണ്, അതായത് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ത്രികോണം. അതിനകത്ത് ചോദ്യം നോക്കി, ഒരു ത്രികോണത്തിന്റെ പാദം 5 സെന്റിമീറ്റർ, ഉയരം അല്ലെ ഉന്നതി 10 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വിസ്തീർണം എത്ര? നമ്മൾ ഇത് ഇങ്ങനെയാണ്, ഇത് ഒരു ത്രികോണം അല്ലേ, 3 വശമുള്ളതാണ് ട്രയാങ്കിൾ ത്രികോണം. അതിന്റെ പാദം 5 സെന്റിമീറ്റർ. പാദം എന്ന് പറയുമ്പോൾ ഈ താഴെയുള്ള പാദം 5 സെന്റിമീറ്റർ, ഉന്നതി എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് എത്രയാണ്? 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വിസ്തീർണം ഏരിയ എന്തോരം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രീതിയിൽ ഇപ്പൊ പാദവും ഇതുണ്ടോ, ഒരു വശവും ഇതുണ്ടോ, ഒരു വശം പാദമോ, ഈ 3 വശം ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു വശവും തന്നു. ഉന്നതി ഇങ്ങനെ ഇവിടെ തൊട്ട് ഇവിടെ ഉന്നതി തന്നു കഴിഞ്ഞാൽ വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കും? ഹാഫ് ബി എച്ച്. ബി എന്ന് പറഞ്ഞാൽ ഒരു വശം, ഉന്നതി എന്ന് പറഞ്ഞാൽ എച്ച്. അപ്പം ഇപ്പം ബി എത്രയാണ് ഇവിടെ? 5 സെന്റിമീറ്റർ. എച്ച് എത്രയാണ്? ഉന്നതിയാണ്, എച്ച് 10. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും വിസ്തീർണം? വിസ്തീർണം സമം ഹാഫ് 2 ഇൻറ്റു ബി എത്രയാണ്? 5 ഇൻറ്റു എച്ച് എത്രയാണ്? 10. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ 3 വശത്തിൽ ഒരു വശവും പിന്നെ ഉന്നതിയാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് വിസ്തീർണം കാണാൻ ഹാഫ് ബി എച്ച് എന്നുള്ള ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ 2ഉം 10ഉം വെട്ടിയാൽ 5. പിന്നെയോ 5 ഇൻറ്റു 5 25. എത്രയാണ്? സെന്റിമീറ്ററിലെ സെന്റിമീറ്റർ സ്ക്വയർ എന്ന വിസ്തീർണത്തിന് എഴുതണം. ഇത് ലാസ്റ്റ് ഇയറിന്റെ പരീക്ഷയ്ക്ക്, LD ക്ലർക്കിന്റെ പരീക്ഷയ്ക്കൊക്കെ ഇത് ചോദ്യം വന്നിട്ടുള്ളതാണ്. സിമ്പിൾ ആണല്ലോ. ഇത് ഓർത്തിരുന്നാൽ മാത്രം മതി. വിസ്തീർണം ഹാഫ് ബി എച്ച് എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ത്രികോണത്തിന്റെ വിസ്തീർണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.